എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. അങ്ങനെ ഇന്ന് കേരളത്തിലെ പുതിയൊരു മന്ത്രിസഭ രൂപം കൊടുക്കുകയാണ്. ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഒരു കേരളീയൻ എന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് എൻ്റേതായ ചില അഭിപ്രായങ്ങൾ ഈ മന്ത്രിസഭയിലേക്ക് എത്തിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചാലും. ആദ്യമായി നമുക്കറിയാം, ഈ മന്ത്രിസഭ രൂപീകരണത്തിനായി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ജനം രുചിച്ചറിയേണ്ടി വന്നു. മറ്റൊന്നുമല്ല, ഇവിടെ 3 പ്രധാന കഥാപാത്രങ്ങൾ, ഒരു KC വേണുഗോപാൽ, മറ്റൊന്ന് ശ്രീ രമേശ് ചെന്നിത്തല, ഇനിയൊന്ന് ശ്രീ VD സതീശൻ. ഇവർ 3 പേരിൽ ആരെങ്കിലും മുഖ്യമന്ത്രി ആകാൻ വേണ്ടി വളരെ ഒരു മോശമായ സാഹചര്യം സൃഷ്ടിച്ചു. ഇതിൽ സംഭവിച്ച ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം ചെയ്തത് എം എൽ എമാർക്ക് വേണ്ട ഫണ്ട് ഓർഗനൈസ് ചെയ്ത് കൊടുത്തത് KC വേണുഗോപാൽ. അപ്പോൾ ഒരിക്കലും ഈ KC വേണുഗോപാലിന് ഉള്ളിൽ ഒരു മുഖ്യമന്ത്രി ഈ വസ്ത്രം ധരിക്കണമെന്നുള്ള ഒരു ചിന്ത KC വേണുഗോപാലിൻ്റെ മനസ്സിലുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ലേറ്റസ്റ്റ് സ്റ്റേജ് അത് അറിഞ്ഞു. കാരണം ഈ വടംവലിയൊക്കെ ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ MLA-മാർ KCയുടെ വശത്ത് പോയത് കാരണം അറിഞ്ഞത് അതിനുശേഷമാണ്. കാരണം ആവശ്യമുള്ള ഫണ്ടുകൾ കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ള KCയുടെ വശം കുറച്ച് MLA-മാരെയൊക്കെ കയറ്റി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടായിരുന്നു ഇലക്ഷൻ നടന്നത്. അതിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹം ഏതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഫണ്ടുകളും ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ ഞങ്ങളുടെ പക്ഷത്താക്കിയത്. എന്നാൽ മറിച്ച് സീനിയർ പരിചയസമ്പന്നൻ അറിയപ്പെടുന്ന ഒരാൾ ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരു തെറ്റുമില്ല. കാര്യം അദ്ദേഹം മത്സരിച്ചു, MLA ആയി. മൂന്നാമത് മന്ത്രിസഭയിലും അസംബ്ലികളിലും പബ്ലിക്കിലും നേർക്കുനേർ നിന്ന് പോരാടി താൻ വിശ്വസിക്കുന്ന UDF 100 സീറ്റ് വരെ എത്തിച്ചിരിക്കും, ഇല്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ശ്രീ VD സതീശൻ. അദ്ദേഹത്തിനാണ് ജനം മുഖ്യമന്ത്രിയായി കണ്ടത്. എന്നാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടും അവസാനം VD സതീശന് മുഖ്യമന്ത്രി ആകാനുള്ള സാഹചര്യം ജനങ്ങളാൽ കിട്ടി, അല്ലാതെ കേന്ദ്രത്തിൽ നിന്നുമല്ല. കേന്ദ്ര നിലപാട് VD സതീശനല്ല ആക്കണമെന്നുള്ളത് രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ. പക്ഷേ കേരളത്തിൻ്റെ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കി അവസാനം ശ്രീ VD സതീശനെ തന്നെ മന്ത്രിയാക്കേണ്ട സ്റ്റേജ് ഉണ്ടായി. നല്ലത്. ഇതിലെല്ലാം വിട്ടുവീഴ്ച 100% വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധനായത് VD സതീശനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചില വിഷൻസ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ചില പദ്ധതികളുണ്ട്. അവ സാധീകരിക്കണമെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയേ പറ്റൂ. ഇല്ലെങ്കിൽ അദ്ദേഹം ഒന്നും നടക്കില്ല. എന്തായിരുന്നാലും MLA ആകാതെ സ്ഥാനങ്ങൾ മാത്രം വെച്ചുകൊണ്ട് കുറച്ച് ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ വെച്ച് അതിൻ്റെ കെയർഫിൽ മന്ത്രിയാകാൻ ശ്രമിച്ച KC വേണുഗോപാലിനേക്കാൾ 100% ശക്തിയോടെ പ്രവർത്തിച്ചത് VD സതീശനാണ്. എല്ലാത്തിനും ഒരുപാട് അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു. VD സതീശൻ ശരിക്കും കഷ്ടപ്പെട്ടു. അവസാനം അദ്ദേഹം അർഹിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടി. രമേശ് ചെന്നിത്തല ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല, അദ്ദേഹം അർഹിക്കുന്നത് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ പേഴ്സണലായിട്ട് എനിക്ക് പറഞ്ഞാൽ കുറച്ച് തൻ്റെ ഇടവും എന്തിനേയും അതിജീവിക്കാനുള്ള ഒരു ധൈര്യവും VD സതീശന് ഉണ്ട്. കാരണം പ്രായത്തിൽ കുറവാണ്. ഇവിടെ ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയിരിക്കുന്നത് ആഭ്യന്തരം വളരെ പ്രധാനമായ ഒരു വകുപ്പാണ്. സാധാരണ മുഖ്യമന്ത്രിമാരിരിക്കുകയാണ്. അതുവരെ VD സതീശൻ അതിന് നിർബന്ധം പിടിച്ചില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടി. എല്ലാവരും സന്തോഷമുള്ള കാര്യമാണ്. എവരി വൺ ഹാപ്പി വിത്ത് ദാറ്റ് വൺ.
ഇനി എനിക്കാകെ ഒന്ന് പറയാനുള്ളൂ, ഇനിയെങ്കിലും ശ്രീ കെ.സി. വേണുഗോപാൽ പ്ലീസ്, നിങ്ങൾക്ക് സ്വാധീനമുള്ള കുറേ അധികം MLA-മാർ ഇന്ന് മന്ത്രിതലങ്ങളിലുണ്ട്. അവരെ ഉപയോഗിച്ച് ഇനിയുള്ള ഒരു മോശമായ ഒരു സാഹചര്യം മന്ത്രിസഭ സൃഷ്ടിക്കാൻ താങ്കൾ ശ്രമിക്കരുത്. കാരണം ഒരിക്കലും താങ്കൾ തോറ്റുപോയതാണ്. മന്ത്രിപദം ആഗ്രഹിച്ചു, തോറ്റുപോയി. അത് നിങ്ങളുടെ തെറ്റല്ല. നിങ്ങൾ ആഗ്രഹിച്ചതും എന്തോ, നിങ്ങൾക്ക് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉന്നതങ്ങളിൽ എത്തണമെന്ന് എല്ലാവരും വിചാരിക്കും. അതുപോലുള്ളൊരു വിചാരം താങ്കൾ വന്നു. പക്ഷെ അത് വിചാരിച്ച സമയം അത്ര നന്നായില്ല. കാരണം ആ ഒരു ആഗ്രഹം തങ്ങൾ ഉണ്ടെങ്കിൽ തങ്ങൾ മത്സരിക്കണമായിരുന്നു, ജയിക്കണമായിരുന്നു. എന്നിട്ടാകാം ഇനി നിങ്ങൾ എന്തായിരുന്നാലും അന്ന് പിന്മാറിയത് നന്നായി. അപ്പോൾ ഇല്ലെങ്കിൽ ഈ UDF തകർന്ന് തരിപ്പണമായിരുന്നു. കാരണം നിങ്ങളിൽ കൂടി മറ്റൊരു 2 ഇലക്ഷനാണ് വരുന്നത്. അതിൽ ജയിക്കില്ല, തോക്കും. എന്തായിരുന്നാലും ഞാൻ വളരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ശ്രീ വേണുഗോപാലിനെ, ശ്രീ കെ.സി. വേണുഗോപാലിനെ. താങ്കൾ അന്ന് പിന്മാറി, രംഗം ശാന്തമായി. ഇനി അതിനെ അശാന്തി വരുത്താതിരിക്കാൻ ശ്രമിച്ചാലും. ഇനി നമുക്ക് മന്ത്രിമാരോടുള്ളൊന്ന് പറയാനുള്ള, ദയവ് ചെയ്ത് നിങ്ങളുടേതായ സമയം കൂടുതലും ചിലവഴിക്കേണ്ടത് നിങ്ങളുടെ ജനങ്ങളുടെ മുന്നിലായിരിക്കണം, നിങ്ങളുടെ മണ്ഡലങ്ങളിലായിരിക്കണം. അതിലും കൂടുതൽ സമയം നിങ്ങളുടെ ഓഫീസിലായിരിക്കണം. അല്ലാതെ ഈ ചീള് കേസിന് നിങ്ങൾ നടക്കുന്നത്. പഴയ കാലത്തെ മന്ത്രിമാർ ചെയ്തറിയാമല്ലോ, ഇവിടെ ഓട കെട്ടിയാലും കാബറക്കാനും മരം വയ്ക്കാനും ഒക്കെ ഇങ്ങനെ ഓടി കിടക്കും. അവർക്കെന്നാൽ അവിടെ ഏതെങ്കിലും ഒരു മാർബിൾ കഷണത്തിന് ഉദ്ഘാടനം ഇന്ന കർമ്മമൊന്ന് ചെയ്തു വെച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒരു പേര് പത്രത്തിൽ വരാൻ വേണ്ടി തങ്ങളുടെ ഫോട്ടോ വരണം, മന്ത്രിയുടെ ഫോട്ടോ വരണം, ഇതൊക്കെ കാട്ടിക്കൂട്ടി ഇത് അവിടെ ഉദ്ഘാടനം ഇവിടെ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് സമയം കളഞ്ഞ് ചുമ്മാ ഉള്ള ഫ്യൂവലും ഉപയോഗിച്ച് ചിലവുകൾ വരുത്തിച്ച് വയ്ക്കരുത്. ഒരു പ്രോജക്റ്റ്, എല്ലാ പ്രോജക്റ്റിന് പോയി നിങ്ങളുടെ പടവും അതുമെല്ലാം പത്രത്തിൽ കൊടുത്ത് ഇത് പരസ്യം വാങ്ങേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യരുത്. ഒരു പദ്ധതി തീർന്നു കഴിഞ്ഞാൽ അത് പബ്ലിക്കിന് അത് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു കൊടുക്കണം. അതിനായിട്ട് കുറേ കൂട്ടങ്ങളും കൂടി പത്രക്കാർക്ക് കാശും കൊടുത്ത് കുറേ പ്രസ് കോൺഫറൻസൊക്കെ നടത്തേണ്ട ഒരു കാര്യമില്ല. ഇതെല്ലാം പഴഞ്ചൻ പരിപാടികളാണ്. പഴയ കാലത്തിലെ 10 വർഷം കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളിൽ ഒന്നും തന്നെ നമ്മുടെ പുതിയ ഗവൺമെൻറ് കാണിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അതിലുപരി ഏറ്റവും പ്രധാനം ചെയ്യേണ്ടത് ഈ പേഴ്സണൽ സ്റ്റാഫ് മിസ്റ്റർ കെ.സി. വേണുഗോപാലിനോടും പറയണം, പ്ലീസ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൊണ്ട് എല്ലാ മന്ത്രിമാരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി തിരികെ കയറ്റാൻ ശ്രമിക്കരുത്. മോശമാണ്. ഇവിടെ വേണ്ടത് നല്ല കഴിവും സാമർഥ്യവും പരിചയമുള്ളവരെ, സർവീസിലുള്ളവരെയോ അല്ലെങ്കിൽ സർവീസ് ഇല്ലാത്തൊരു തിരഞ്ഞെടുത്ത് അവരെ പേഴ്സണൽ സ്റ്റാഫാക്കിയാൽ അത് മന്ത്രിമാർക്ക് വലിയ സപ്പോർട്ടാകും. അതല്ലാതെ അവിടെ എവിടെയെങ്കിലും കയറി ചൊടിയും കുത്തി മന്ത്രിമാർക്ക് പ്രോഗ്രാം എഴുതി കൊടുക്കുക, ഇന്നടത്ത് പ്രോഗ്രാം, ഇന്ന ഉദ്ഘാടനം, ഈ പരിപാടികളൊന്നും നിർത്തിക്കളയുക. അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു സ്റ്റാഫിൻ്റെ ആവശ്യമില്ല. വേണ്ടി വന്നാൽ 1 or 2 പേഴ്സണൽ സ്റ്റാഫും മന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെ വയ്ക്കാൻ തെറ്റില്ല. മറിച്ച് ഉള്ള എല്ലാ ആൾക്കാരും കാണുന്നവരെ പിടിച്ചാൽ സ്റ്റാഫ് 10-20 സ്റ്റാഫിനെ നിറച്ച് വെറുതെ ശമ്പളം കൊടുത്ത് അവിടെ പൊള്യൂഷൻ ആക്കരുത്. കാര്യം ഏത് സ്വഭാവക്കാരെന്ന് അറിയില്ല. പിന്നെ അവസാനം ഒരു തെറ്റും ചെയ്യാത്ത മന്ത്രിമാർ തൂങ്ങേണ്ടി വരും. പണ്ട് ശ്രീ ഉമ്മൻചാണ്ടി അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ നമുക്കറിയാം. ആ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് അദ്ദേഹത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. ആ ബുദ്ധിമുട്ട് ഇനിയുള്ള മന്ത്രിസഭയിൽ ആർക്കും ഉണ്ടാകരുത്. അതിനുവേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പേഴ്സണൽ സ്റ്റാഫിനെ തിരഞ്ഞെടുക്കുന്ന വളരെ ശ്രദ്ധിച്ചു വേണം. ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തിൽ പേഴ്സണൽ സ്റ്റാഫിനെ എല്ലാം കൺട്രോൾ ചെയ്ത് ശ്രീ പിണറായി വിജയൻ. അവിടെ എന്തുണ്ടായാലും പിണറായി വിജയൻ്റെ അങ്ങനെ ഇഷ്ടമനുസരിച്ച് എങ്ങനെയാണ് ഇങ്ങനെ താറുമായി ഇപ്പോൾ തകർന്ന് തരിപ്പണമായി പോയത്. ഈ ഒരവസ്ഥ ഒരിക്കലും UDF-നുണ്ടാകരുത്. അത് മന്ത്രിമാർ ശ്രദ്ധിക്കുക, മുഖ്യമന്ത്രി ശ്രദ്ധിക്കുക. ഇത് നമുക്ക് വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഒരു ഭരണമാണ്. അതിനെ നല്ല രീതിയിൽ ഉണ്ടാക്കണം. നമ്മുടെ മേഖലകളാകെ, തൊഴിൽ മേഖല, സാമ്പത്തിക മേഖല, എല്ലാം തന്നെ ആരോഗ്യ മേഖല എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അപ്പോൾ ഒത്തിരി പണി ചെയ്യാനുണ്ട്, വളരെ വെൽ പ്ലാൻ ചെയ്യാനുണ്ട്. സാമ്പത്തികം വളരെ രൂക്ഷമാണ്. നാം ചോദിക്കുന്ന സാമ്പത്തികമെല്ലാം കേന്ദ്രത്തിൽ നിന്ന് കിട്ടണമെന്നില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇനിയുള്ള മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, വളരെ നാണക്കെട്ടാണ്. കാരണം ഈ മോദിയെ അമിത്ഷായെ തകർത്ത് തരിപ്പണം കൊണ്ട് വൃത്തികേട് നടത്തിയ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് കോഴിക്കോട് അങ്ങാണ്ട് കുറേ പെണ്ണുങ്ങൾ, യുവമോർച്ചയുടെ പെണ്ണുങ്ങൾ കയറി
ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു, നാണക്കേട്. ഇപ്പോൾ അതിൽ ഐ എം വെരി പ്രൗഡ് ഓഫ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം അതിനെ ഒബ്ജക്റ്റ് ചെയ്തു, മന്ത്രിമാർ ഒബ്ജക്റ്റ് ചെയ്ത്. ഇങ്ങനെയുള്ള ഈ ഏഴാം കൂലി തരികിട പരിപാടി നടത്തിയിരുന്ന അണികൾക്കൊന്ന് നിർദ്ദേശം കൊടുക്കുക. നമുക്കിവിടെ വേണ്ടത് നിങ്ങളുടെ അഡ്വൈസ് ഭരണപക്ഷമായിട്ട് എല്ലാവരും കൂടി നമുക്ക് ഈ പുരോഗതിയിലേക്ക് നമ്മുടെ ഈ സ്റ്റേറ്റിനെ നയിക്കുക. നമുക്കറിയാം പുറം രാജ്യങ്ങളിലത്തെ കണ്ടീഷൻ വളരെ മോശമാണ്. ജിയോ പൊളിറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒത്തിരി ലക്ഷോപലക്ഷം ആൾക്കാർ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന അവർ ആരും സേഫ് അല്ല. സോ സം ടൈം അവർ നാട്ടിലേക്ക് മടങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ റിഹാബിലിറ്റി എന്നുള്ളൊരു സംവിധാനം നാം ഇവിടെ ഉണ്ടാക്കിയിരിക്കണം. അതിനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം. നമുക്കറിയാം ഇപ്പോൾ തന്നെ ബംഗാളിലെ കുറേ ഈ ബംഗാളിൽ നിന്ന് ജോലിക്കാർ വന്ന് അവരിപ്പോൾ മടങ്ങി വന്നില്ല. ഇപ്പോൾ എന്താ ഈ മേഖല, അതായത് കൺസ്ട്രക്ഷൻ മേഖലകളിൽ ഒരുപാട് തകർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവിടെ അവനൊരു പ്ലസ് ടു പാസ്സായാലോ അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷനല്ലോ അവനൊന്ന് കൂലിപ്പണിക്ക് പോകുന്നത് ഷെയിമായിട്ട് കാണരുത്. പണിയാണെങ്കിൽ കൂലിപ്പണിയാണ് കൂലിപ്പണി. ഈ പണി തന്നെയാണ് പുറം രാജ്യങ്ങളിലും പോയി ചെയ്യുന്നത്. അവിടെ ഇച്ചിരി ശമ്പളം കൂടുതൽ കിട്ടും. പക്ഷേ ഇതേ പണി നമ്മുടെ നാട്ടിൽ ചെയ്ത് നമ്മുടെ കാശ് കിട്ടാൻ നമുക്ക് കുടുംബത്തിൽ ജീവിക്കാം, നമ്മുടെ നാട്ടിൽ ജീവിക്കാം, നമ്മുടെ സംസ്കാരം നമുക്ക് അനുഭവിച്ച് ജീവിക്കാം. അല്ലാതെ അവിടെ വല്ല ബർഗറും അതുമൊക്കെ തിന്ന് ചുമ്മാ വല്ല ഇതും അടിച്ച് പാർക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെറുതെ വേസ്റ്റാക്കിയ സമയം കളയരുത്. ശമ്പളം കിട്ടും, ശമ്പളം കിട്ടിയ നാട്ടിലയച്ച് അവിടെയും ആർഭാട ജീവിതം നയിച്ചാൽ ഇതൊന്നും സാധിക്കില്ല. നിങ്ങൾ അയക്കുന്ന ഓരോ കാശിനതിൻ്റെ മൂല്യം ഈ അയക്കുന്ന വീട്ടുകാർ ആരിലേക്ക് എത്തുന്നോ അവർ കാണാറില്ല. അവർ അടിപൊളി വീടുകൾ വയ്ക്കുക, കാർ എടുക്കുക, ഇതൊന്നും അനാവശ്യമായ കാര്യങ്ങളാണ്. സോ ദയവ് ചെയ്ത് പ്ലീസ് ഈ മന്ത്രിമാരോട് പറഞ്ഞു നിങ്ങളുടെ അനാവശ്യ വടികൾ ഈ യാത്രകൾ ഒഴിവാക്കുക, ഫ്യൂവൽ സേവ് ചെയ്യുക, ചിലവുകൾ ചുരുക്കുക, പേഴ്സണൽ സ്റ്റാഫിൽ കഴിവുള്ളവരെ പേഴ്സണൽ സ്റ്റാഫിലെടുക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുക. ആരെങ്കിലും മന്ത്രിയെ കാണാൻ വന്നാൽ അവരൊന്ന് സ്ക്രീൻ ചെയ്യാൻ പേഴ്സണൽ സ്റ്റാഫിനെ അനുവദിക്കുക. ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ പ്രോഗ്രാം എഴുതി മന്ത്രി അങ്ങോട്ട് ഓടിക്കരുത് ഇങ്ങോട്ടൊന്ന് ഓടിക്കുന്ന പരിപാടി നിർത്തുക. കഴിയുന്നതും കൂടുതൽ സമയം മന്ത്രി മന്ദിരത്തിൽ ഓഫീസിൽ ഉണ്ടാകുന്നതാണ് നല്ലത്. വരുന്ന ജനങ്ങളെ നേരിട്ട് കാണാനും അവരുടെ പരാതികൾ സ്വീകരിക്കാനും വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള സമയമാണ് മന്ത്രിമാർ ചിലവഴിക്കുക. അല്ല നമുക്കറിയാം മുൻ രാജ്യങ്ങളിൽ ഇവിടെ നിന്ന് കാനഡ, ഇവിടെ ഈ മൊത്തം ഒരു ചുറ്റിലും വേണ്ട. ഇപ്പോൾ അവിടെ അമേരിക്കയിൽ പോയി പഠിക്കാൻ ഒന്നും പഠിക്കേണ്ട കാര്യം. ഇപ്പോൾ എല്ലാം ഈ വിരൽ തുമ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയാൻ പറ്റും. അതിനുവേണ്ടി വെറുതെ അനാവശ്യമായിട്ട് ട്രിപ്പുകൾ ഉണ്ടാക്കാതിരിക്കുക. അത് ഈസ് എ വേസ്റ്റ് ഓഫ് മണി. ഒരുപക്ഷെ നിങ്ങളെ ഏതെങ്കിലും സംഘടനകൾ നിങ്ങൾക്ക് ടിക്കറ്റൊക്കെ അയച്ചു തന്ന് നിങ്ങൾ പോയാണെങ്കിൽ തന്നെ നിങ്ങളുടെ വിലയേറിയ സമയം ഇവിടെയാണ് വേണ്ടത്. അല്ലാതെ ടൂറിനും വല്ല 5 സ്റ്റാർ ഹോട്ടലും മുൻ ആൾക്കാർക്ക് നടത്തിയ കുറേ അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. അതിനുവേണ്ടി ഒരു കോട്ട് തയ്ക്കാനും സൂട്ട് തയ്ക്കാനും ഒന്നും ശ്രമിക്കാതിരിക്കുക. ബി എ കേരളീയൻ, ഇവിടെ നല്ലൊരു മന്ത്രിയാകാൻ ശ്രമിക്കുക, നല്ല സർവീസ് കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ ഇതിലാണെങ്കിൽ ഒരിക്കലും UDF അല്ലാതെ മറ്റൊരാൾ ഇവിടെ ഉണ്ടാകില്ല. ഒരു 25 years ഇവിടെ ഉണ്ടാകണം. അപ്പോഴേ മാറ്റങ്ങൾ ഉണ്ടാകൂ. അതിൽ പ്രതിപക്ഷവും നല്ലൊരു പ്രതിപക്ഷമായിരിക്കണം. പോയിൻറ്റ്സ് അല്ലാതെ വെറുതെ തൻ്റെ ഈ ചെറ്റത്തരം കാണിച്ച് ഈ പലയിടത്തും പണ്ടൊരു ഇത് നടന്ന ഈ സെക്രട്ടേറിയറ്റിൻ്റെ 4 വശത്തും മലമൂത്ര വിസർജനം സമരം നടത്തിയ ചരിത്രമാണ് ഈ നമ്മുടെ മുൻ അന്ന് പ്രതിപക്ഷത്തിരുന്ന CPMകാർ കാണിച്ചത്. അത്ര ക്വാളിറ്റി ഇല്ലാത്ത വിവരം കെട്ട പണികളൊക്കെ അവർ കാണിച്ചു. പ്രതീക്ഷിക്കാം അവർ നല്ലൊരു ഒരു അഡ്വൈസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പണ്ടുണ്ടായിരുന്ന ഈ ചീഞ്ഞ നാരിയ സംവിധാനങ്ങളുണ്ടായാലും ഇപ്പോൾ കുറച്ച് യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ DYFI പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഒന്ന് മാന്യത പാലിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ഇന്നത്തെ സത്യപ്രതിജ്ഞ നല്ലതായി വരട്ടെ. നല്ല മനസ്സോടുകൂടി നാം എല്ലാം അവർക്ക് നല്ലൊരു ആശംസകൾ നേരാം. എല്ലാവർക്കും നല്ല ദിവസം ഒന്നുകൂടി നേർന്നുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ സമാധാനത്തിൻ്റെയും സന്തുഷ്ടിയുടെയും പ്രത്യാശയുടെയും സമയങ്ങളായിരിക്കലേ. ഒരിക്കൽ കൂടി പ്രത്യേകം പറഞ്ഞു, ഈ പിള്ളേർക്ക് കള്ള് ഷാപ്പ് കൂടുതൽ കള്ള് വാങ്ങാനുള്ള സൗകര്യം ഇരിക്കുക. ഒരാൾക്കാർക്ക് അവൻ്റെ വരുമാനത്തിന് അനുസരിച്ചുള്ള ചിലവ് മാത്രം അതിനുള്ള നിബന്ധനകൾ വയ്ക്കുക.
വീട്ടിൽ അവൻ്റെ ക്യാഷ് എത്തിക്കണം, അവൻ്റെ ചിലവിനും മക്കളെ നോക്കാനുള്ള ക്യാഷ് അവിടെ എത്തിക്കണം. അല്ലാതെ കിട്ടിയ ശമ്പളം വാങ്ങി നേരെ ബാർബർ ഇവിടെ ബെവറേജിൽ പോയി ക്യൂ നിന്ന് ഇവരെ തെരുവ് തണ്ടികളെ പോലെ ക്യൂ നിന്ന് വാങ്ങി എന്താ കാശ് കൊടുത്തിട്ട് ഭിക്ഷയായിരിക്കുന്ന എന്തോ വാങ്ങി കിട്ടുന്ന അമൂല്യ വസ്തു ഒന്നുമല്ല അങ്ങനെ കാണിക്കുക. അങ്ങനെയുള്ളൊരു തോന്നൽ പബ്ലിക്കിന് ഉണ്ടാകാതിരിക്കുക. അവർക്ക് നല്ല കൗണ്ടർ ഉണ്ടാകട്ടെ, പോയി ജെൻറ്റലായിട്ട് പോയി വാങ്ങാം. അല്ലാതെ ഒരിക്കൽ റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്ന കണക്ക് അവിടെ ഒരു ക്യൂ സമ്പ്രദായം നിർത്തിക്കളയുക. ഇതൊക്കെ വളരെ മോശമാണ്. നല്ല രീതിയിലുള്ളൊരു ഭരണം കാഴ്ചവെക്കാൻ നിങ്ങൾ പഠിക്കുക, നിങ്ങൾ പ്രയത്നിക്കുക. ഒപ്പം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നായി ചേർന്ന് നല്ല തീരുമാനങ്ങൾ എടുക്കുക. കേരളത്തിൻ്റെ നമ്മുടെ ഈ പ്രകൃതി സൗന്ദര്യത്തെ ആസ്വദിക്കാൻ, നാം സ്വയം ആസ്വദിക്കാനും പുറത്തുനിന്ന് വരുന്നവർക്ക് ആസ്വദിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇത് മാത്രമേ എനിക്കിന്ന് ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയാനുള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാം നല്ലതാകട്ടെ. കേരളത്തിന് ഒരു പുതിയൊരു ദിശാമാർഗം ഉണ്ടാകട്ടെ. താങ്ക് യു. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ.